ഇന്നത്തെ ഈ ഒരു വ്ളോഗിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ആദ്യത്തെ പ്രത്യേകത എന്ന് പറയുന്നത് എക്സാക്ട്ലി ഒരു മാസം മുമ്പ് എടുത്തൊരു വ്ളോഗാണ് ഞാൻ ഇന്ന് പോസ്റ്റ് ചെയ്യാൻ പോകുന്നത്. ഈ വ്ളോഗിനെ സം ഡേയ്സ് ഔട്ട് വിത്ത് മൈ ഫാമിലി എന്ന് വിളിക്കാം നമുക്ക് തൽക്കാലം. അങ്ങനെ അമ്മയും കാവ്യയും പവിയും ജൂൺ 6-ാം തീയതിയാണ് കൊച്ചിയിലെത്തുന്നത്. അങ്ങനെ ഞങ്ങൾ മാത്രമായിട്ടുള്ള കുറച്ച് നല്ല നിമിഷങ്ങളായിരുന്നു അത്. അപ്പോൾ അതെനിക്ക് ഡോക്യുമെന്റ് ചെയ്യാതിരിക്കാൻ പറ്റിയില്ല. അങ്ങനെ ഞങ്ങൾ ആദ്യം വരുന്നത് എടപ്പള്ളിയുള്ള വിശാൽ മാർട്ടിലായിരുന്നു. അവിടെ നിന്ന് കുറച്ച് പർച്ചേസ് ഒക്കെ കഴിഞ്ഞ് ദെൻ നമ്മളുടെ സ്വന്തം ലുലു. ഇതൊരു ഇമോഷൻ തന്നെയാണ്. കൊച്ചിക്കാർക്ക് ആണോന്നറിയില്ല, നമുക്ക് ഈ ലുലു എന്ന് പറയുന്നത് എപ്പോഴും ഒരു ഇമോഷനാണ്. സോ എത്ര വന്നാലും വീണ്ടും വീണ്ടും പുതുമയേകുന്ന ഒരു സ്ഥലമായതുകൊണ്ട് ആദ്യം നമ്മൾ വിശാലിൽ പോയതിനു ശേഷം പിന്നീട് നമ്മൾ പോകുന്നത് ലുലുവിലാണ്. അവിടെ കുറച്ചധികം ടൈം നമ്മൾ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ജൂൺ 7-ന് സംഭവിച്ചൊരു കഥയാണ്. ജൂലൈ 7 കഴിഞ്ഞ് 1 മന്തിൽ കൂടുതലായി ഈ ഒരു വ്ലോഗ് നമ്മൾ എടുത്തിട്ട്. പക്ഷെ പോസ്റ്റ് ചെയ്യാൻ പറ്റുന്നത് ഇപ്പോഴാണ്. സമയക്കൂടുതൽ കാരണം എന്നോ അല്ലെങ്കിൽ സാഹചര്യങ്ങൾ കാരണം എന്നോ ഒക്കെ നമുക്ക് പറയാം. അങ്ങനെ ഈ വ്ലോഗ് എടുക്കാൻ ഒരുപാട് ലേറ്റ് ആയിപ്പോയി. അങ്ങനെ ലുലുവിലെ കറക്കമൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മളൊരു സിനിമ കാണാനാണ് പോയത്. അതും 1.5 hours ട്രാവൽ ചെയ്ത് വളരെ ദൂരമുള്ള സ്ഥലത്താണ് നമ്മൾ സിനിമ കാണാൻ പോയത്. അങ്ങനെ സിനിമയൊക്കെ കണ്ട് നൈറ്റ് ഒരു ഫുഡൊക്കെ കഴിച്ച് അന്നത്തെ ഡേ കഴിഞ്ഞു. ഇനി ദ വെരി നെക്സ്റ്റ് ഡേ ഉച്ചയ്ക്കുള്ള ലഞ്ച് പരിപാടികളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ലഞ്ചിനുള്ള എല്ലാ സംഭവങ്ങളും സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും എല്ലാം നമ്മൾ വീട്ടിൽ തന്നെയായിരുന്നു. നമ്മൾ വീട്ടിൽ കുറച്ചധികം സമയം സ്പെൻഡ് ചെയ്യാമെന്നാണ് കരുതിയത്. അങ്ങനെ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം നമ്മൾ പിന്നീട് പോയത് എടപ്പള്ളി പള്ളിയിലേക്കാണ് പോയിട്ടുണ്ടായിരുന്നത്. ഇതും എപ്പോഴും നമ്മൾ വരുന്ന സ്ഥലങ്ങൾ തന്നെയാണ്. അമ്മയൊക്കെ വരുന്ന സമയത്ത് നമ്മൾ എപ്പോഴും പോണ സ്ഥലം തന്നെയാണ്. എന്നാലും ഇവിടെ വന്നിരിക്കുമ്പോൾ ഒരു വല്ലാത്ത സമാധാനമാണ്. അങ്ങനെ എടപ്പള്ളിയിൽ പോയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം വീണ്ടും നമ്മളുടെ ഇമോഷനായിട്ടുള്ള ലുലു മോളിൽ വന്നിരിക്കുകയാണ്. അങ്ങനെ ഉച്ചത്തെ ലഞ്ച് നമ്മൾ വീട്ടിൽ നിന്ന് കഴിക്കണം എന്ന് വിചാരിച്ചിരുന്നു. പക്ഷെ ആ സമയത്തേക്ക് നമുക്ക് എത്താൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ ചെറുതായിട്ട് ലുലുവിൽ നിന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ വീട്ടിൽ വന്നതിന് ശേഷം ഫുഡെല്ലാം കുക്ക് ചെയ്ത് നൈറ്റുള്ള ഫുഡ് ഒക്കെ പ്രിപ്പയർ ചെയ്ത് രാത്രിയിലേക്കുള്ള ഫുഡൊക്കെ സെറ്റ് ചെയ്തതിന് ശേഷം ഞാനും അമ്മയും കൂടി വൈകിട്ട് അമ്പലത്തിൽ പോയിട്ടുണ്ടായിരുന്നു. അമ്മ കൊച്ചിയിൽ വരുന്ന സമയത്തൊക്കെ നമ്മൾ പോകുന്ന ഒരു അമ്പലമാണ് മരട് ദേവി ക്ഷേത്രം. വീടിൻ്റെ വളരെ അടുത്താണ്. ഭയങ്കര പോസിറ്റീവായിട്ടുള്ള ഒരു അമ്പലമാണ്. അമ്മയ്ക്കും എനിക്കും ഭയങ്കര പേഴ്സണലി ഇഷ്ടമുള്ള ഒരു അമ്പലമാണ്. അങ്ങനെ അവിടെയൊക്കെ പോയിട്ട് ചേട്ടൻ ജോലി കഴിഞ്ഞ് വന്നതിന് ശേഷം രാത്രി ഫുഡൊക്കെ കഴിച്ചിട്ട് വീണ്ടും നമ്മളൊരു സിനിമ കാണാൻ വേണ്ടി പോവാണ്. എൻ്റെ ലൈഫിൽ നടക്കുന്ന കാര്യങ്ങൾ ഡോക്യുമെൻ്റ് ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെയാണ് ഞാനൊരു യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത്. അങ്ങനെ എൻ്റെ ലൈഫിൽ നടന്ന വളരെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള 3 ദിവസങ്ങളായിരുന്നു ഇവരിവിടെ കൊച്ചിയിലുണ്ടായിരുന്നത്. അതുകൊണ്ട് ഇതെനിക്ക് പോസ്റ്റ് ചെയ്യാതിരിക്കാനും വയ്യ. അതുകൊണ്ടാണ് ഈ 1.5 മന്തിനു ശേഷം ഈ ഒരു വ്ളോഗുമായിട്ട് ഞാൻ വന്നത്. അങ്ങനെ അന്നത്തെ ദിവസം കഴിഞ്ഞു. ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് 3-ാമത്തെ ദിവസമാണ്, അമ്മയും അനിയത്തിമാരുമായിട്ടുള്ള ഡേ 3. ആദ്യം നമ്മൾ എറണാകുളത്തപ്പം അമ്പലത്തിലാണ് പോയിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം വേറെ കുറച്ച് പ്ലാനുകളുണ്ട് നമുക്ക്. നാട്ടിൽ പോകുമ്പോൾ എനിക്ക് വീട്ടുകാരായിട്ട് സ്പെൻഡ് ചെയ്യാൻ സമയം കിട്ടാറുണ്ടോ എന്ന് ചോദിച്ചാൽ നമ്മളൊരു ജോയിന്റ് ഫാമിലിയാണ്, ഒരുപാട് പേരുണ്ട്. അപ്പം അവിടെ എല്ലാം സ്പെൻഡ് ചെയ്ത് വരുമ്പോൾ എനിക്ക് അമ്മയും അനിയത്തിമാരുമായിട്ട് സ്പെൻഡ് ചെയ്യാൻ അത്ര സമയം കിട്ടാറില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവർ കൊച്ചിയിലേക്ക് വരണതും നമുക്ക് ഇങ്ങനെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള 3 days കിട്ടിയതും. അമ്പലത്തിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം ഊണൊക്കെ കഴിച്ച് നമുക്ക് വേറൊരു ഡിഫറെൻറ്റ് പ്ലാൻ ഉണ്ട്. ഒന്നുമില്ല, നമ്മളുടെ സ്ഥിരം സ്ഥലമായിട്ടുള്ള പെരുമ്പാവൂരിൻ്റെ അടുത്തുള്ള പാണൻകുഴി അഭയാരണ്യം എക്കോ ടൂറിസം പാർക്ക്, അവിടെ കുളിക്കാൻ വേണ്ടി വന്നതാണ് നമ്മൾ. അങ്ങനെ ചിരിച്ചും കളിച്ചും ഒരു 3 ദിവസം ഓടിപ്പോയി. അവർ തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന വീഡിയോസൊന്നും ഞാൻ എടുത്തില്ല. സൺഡേ ഈവനിങ് ആണ് പവി തിരിച്ച് വയനാട്ടിലേക്ക് പോയത്. അമ്മയും കാവ്യയും നെക്സ്റ്റ് ഡേ മോർണിംഗ്, മൺഡേ മോർണിംഗ് ആണ് ബൈ ട്രെയിൻ നാട്ടിലേക്ക് പോയത്. അപ്പം അതിൻ്റെ ഫുട്ടേജസ് ഒന്നും നമ്മൾ എടുത്തില്ല. ഈ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മെമ്മറീസ് മാത്രം ഡോക്യുമെൻ്റ് ചെയ്താൽ മതി എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ എനിക്ക് പേഴ്സണലി അമ്മയും അനിയത്തിമാരുമായിട്ട് കുറേ സമയം കിട്ടിയിട്ടുണ്ടായിരുന്നു സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നല്ല ദിവസങ്ങളായിരുന്നു അത്. ഇങ്ങനെ കൂടാനൊരു സമയം കിട്ടുമ്പോൾ നമ്മൾ ഒരുപാട് സ്ഥലങ്ങൾ കറങ്ങുക എന്നുള്ളതല്ല, ഒരുപാട് സമയം ഒന്നിച്ച് സ്പെൻഡ് ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശിക്കാറ്. അങ്ങനെ ഈ ഒരു യാത്രയിൽ നമ്മൾ വളരെ റിലാക്സ്ഡ് ആയിട്ട് അത്യാവശ്യം സ്ഥലങ്ങൾ കാണുകയും ചെയ്തു, എന്നാൽ ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു.
ഇത് കാണുമ്പോൾ ഏറ്റവും കൂടുതൽ സങ്കടം എൻ്റെ അച്ഛൻ തന്നെയായിരിക്കും, ആൾക്ക് കൂടെ ഉണ്ടാവാൻ പറ്റിയില്ലല്ലോ എന്നുള്ളത്. അങ്ങനെ അഭയാരണ്യം എക്കോ ടൂറിസം പാർക്കിൽ നിന്ന് തിരിച്ചു വരുമ്പോഴാണ് നമ്മൾ ഏറ്റവും വലിപ്പം കൂടിയ നന്ദികേശൻ്റെ ശില്പമുള്ള ഒരു അമ്പലത്തിൽ നമ്മൾ കയറിയത്, ഫോട്ടോ ഒക്കെ എടുത്തു. അങ്ങനെ ചായ എല്ലാം കുടിച്ച് ആ ഒരു ഡേ നേരെ താട്ടൻ്റെ വീട്ടിൽ വന്നു. അവിടെ പിന്നെ പാട്ടും ബഹളമായിട്ട് അങ്ങനെ ആ ഡേ അങ്ങ് കഴിയുവാണ്. ഇനി ഞാൻ ഇവർ പോകുന്ന വീഡിയോസ് ഒന്നും ഇതിൽ ആഡ് ചെയ്യുന്നില്ല. ഈ ബ്യൂട്ടിഫുൾ ഡേയ്സ് ഇങ്ങനെ അവസാനിക്കട്ടെ. താങ്ക് യു ഫോർ വാച്ചിങ്.